ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. സ്കൂൾ കലോത്സവം, ഫെലീസിയ ആർട്ട് ബീറ്റ്, വിദ്യാരംഗം, സർഗോത്സവം എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ സ്കൂൾ കലോത്സവം, ആർട്ട് ബീറ്റ് കലാകൂട്ടായ്മ, വിദ്യാരംഗം, സർഗോത്സവം എന്നിവയുടെ ഉദ്ഘാടനം പ്രശസ്ത മജീഷ്യൻ ശ്രീജിത്ത് വിയൂർ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസിലി പോളിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ആർട്ട് ബീറ്റ് കൂട്ടായ്മ കൺവീനർ ശ്രീ രാജീവൻ കെ.സി. സ്വാഗത ഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ ജലീൽ പിലാക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ് മിസ്റ്റേഴ്സ് സിസ്റ്റർ ബിൻസി ജോസഫ്, മദർ സിസ്റ്റർ സെലിൻ ജോസ്, PTA ട്രഷറർ ശ്രീ നൌഫൽ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സുപ്രസിദ്ധ മാന്ത്രികൻ ശ്രീജിത്ത് വിയൂരിന്റെ മാന്ത്രിക പ്രകടനം കാണികളിൽ കൗതുകവും അത്ഭുതവും ഉളവാക്കി. മജീഷ്യൻ ശ്രീജിത്ത് വിയൂരിന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ബിൻസി ജോസഫ് സ്നേഹോപകരണം നൽകി. ശേഷം സ്കൂൾ തല ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര, IT പ്രവൃത്തി പരിചയമേളകളിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. ചടങ്ങിൽ സ്കൂൾ ആർട്സ് മിനിസ്റ്റർ കുമാരി റിദ ജഫ്രിൻ നന്ദിയും പറഞ്ഞു. നമ്മുടെ സ്കൂളിന്റെ തനത് പദ്ധതിയായ ആർട്ട് ബീറ്റിന്റെ ഉദ്ഘാടനവും ഈ പരിപാടി നിങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന മജീഷ്യൻ ശ്രീജിത്ത് വിയൂർ സാറാണ്. അദ്ദേഹം നമ്മുടെ പോലുള്ള ഒരുപാട് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് മാജിക് കാണിക്കുക, അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരുപാട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഞങ്ങളെപ്പോലുള്ള അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുള്ള ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുക. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മാജിക്കുമായിട്ട് അനുസ്യൂതം ഉയർന്നുകൊണ്ടിരിക്കുന്ന ശ്രീജിത്ത് വിയൂർ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയമായി സ്കൂളിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ ജീവിതത്തിലെ കലാലയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചില ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, നിങ്ങളുടെ ഹെക്ടിക് ഡേ, സ്കൂളിൽ പോകുക എന്ന് പറഞ്ഞാൽ പഠിക്കണം, ബാക്കി ഹോംവർക്ക് ചെയ്യണം, ടീച്ചേഴ്സ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് പറയണം, ധാരാളം സ്റ്റേഡിയസ് വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു മോചനം, അതാണ് നമ്മൾ ഈ ആർട്സ് ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം എൻജോയ് ചെയ്യാനുള്ള ദിവസങ്ങൾ. അതിലുപരി നമ്മുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ മാറി നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന ധാരാളം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരെ അറിയിക്കാൻ. ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്, ദാറ്റ്, ഐ മേ ബി ഡാൻസർ, ഐ കൻ സിംഗ്, ഓർ ഐ കൻ റൈറ്റ്, ഐ കൻ ഡ്രോ. ഇതൊക്കെ ഇതുപോലൊരു വേദിയില്ലെങ്കിൽ നിങ്ങൾക്കിത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും നമുക്കുള്ള കഴിവുകൾ മറ്റുള്ളവർ അറിയണം, ലോകം മുഴുവൻ അറിയണം. അവർ സ്കൂളിൽ നിന്ന് അവർക്ക് കിട്ടിയ അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് തുടക്കം കുറിച്ചവരാണ് കുട്ടികൾ. പ്രിയപ്പെട്ട മക്കൾ സൃഷ്ടിക്കുന്ന ഈ ഒത്തുചേരലിൻ്റെ സൗന്ദര്യം ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കറിയാം, കർക്കിടക മഴ നമ്മുടെ പരിപാടി പ്രമാണിച്ച് കുറച്ച് മാറി നിൽക്കുന്നതാവാം, പക്ഷെ അതിൻ്റെ ചൂട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം നിങ്ങൾ പെയ്ത മഴയൊക്കെ മറന്നുപോയില്ലേ? കുറച്ച് ചൂടുണ്ടാവും കൂടേക്ക് അല്ലേ? ഒരു പുതുമഴ കാണുക വരൾച്ച മറക്കും, ഒരു പാൽച്ചിരി കാണുക വേദന മറന്ന് പതിയെ പോകും മാനവജന്മം. മനുഷ്യന്മാർ അങ്ങനെ കേട്ടോ. ഇന്നലെ വരെ പെയ്ത മഴ മറക്കാൻ ഒരു നേരത്തെ ചൂട് മതി. ആ ചൂടൊക്കെ മറക്കാൻ ഒരു മഴ നന്നായി പെയ്താൽ മതി അല്ലേ? അപ്പം എന്തായാലും നിങ്ങൾ കാണുന്നില്ല എങ്കിലും, പുറമെ മഴയില്ലെങ്കിലും, നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു തണുത്ത കർക്കിടക മഴ പെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആരും കാണാത്തൊരു തണുത്ത കാറ്റ് എൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വീശുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ മേജിക്കാരനായതുകൊണ്ടല്ല. അത് അയാളുടെ ഉള്ളിൽ കൂടെ ഒരു മഴ പെയ്യുന്നുണ്ടോ? അതുകൊണ്ടല്ല കേട്ടോ. എൻ്റെ ഉള്ളിലുള്ള തണുപ്പ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ തിരൂരിലുള്ള, നമ്മുടെ ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും അംഗീകരിക്കപ്പെട്ട അല്ലേ ഒരു സ്കൂളിൻ്റെ, ഫാത്തിമ മാതാ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു തണുപ്പ് ഞാനിവിടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. കേരളം രൂപീകരിച്ച 1956 ആദ്യമായി 200 വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരക്കാരുടെ ഉത്സവമായ ഈ കലാമേള ഇന്ന് സംസ്ഥാന തലത്തിൽ 14,000-ഓളം വിദ്യാർത്ഥികളുമായി വളരെ വലിയ ഒരു പരിപാടിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കുള്ള വിദ്യാർത്ഥികളുടെ മത്സരമാണ് നമ്മുടെ സ്കൂളിലും സംഘടിപ്പിച്ചിട്ടുള്ളത്. 1992-ലും 2005-ലും നമ്മുടെ തിരൂരിൽ സംസ്ഥാന കലോത്സവം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് നമുക്ക് തിരൂരിലെ
തിരൂരിൽ വെച്ച് നടന്ന പരിപാടിയിലുണ്ടായ കലാതിലകം നേടിയ ആർട്ടിസ്റ്റുകളെല്ലാം ഇന്ന് കേരളം അറിയപ്പെടുന്ന വ്യക്തികളാണ്. അതുപോലെ നമ്മുടെ സ്കൂളിൽ നിന്നും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഉന്നത തലത്തിലുള്ള ആർട്ടിസ്റ്റുകൾ, കലാകാരന്മാർ, കലാകാരികളുമായി തീരട്ടെ. നമ്മളിവിടെ ആർട്സ് ഡേ ഫെലീഷ്യ 2025 ഉദ്ഘാടന കർമ്മത്തിനാണ് നമ്മളിവിടെ നിൽക്കുക. ദൈവം നമുക്ക് ദാനമായി നൽകിയ കഴിവുകളെ അവതരിപ്പിക്കാൻ, അത് വളർത്താൻ നമ്മൾക്കൊരു വേദിയാണ് സ്കൂളും സ്കൂൾ വേദികളുമൊക്കെ. അതിനുള്ള അവസരമാണ്. നാളെയും നാളെ കഴിഞ്ഞുമായിട്ട് നമ്മുടെ മത്സരങ്ങളൊക്കെ ഇവിടെ വേദിയിൽ അരങ്ങേറും. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നിങ്ങൾ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ കഴിവുകളെ വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയാണ് അധ്യാപകരായി ഞങ്ങൾ PTA-കാരും പാരൻസും എല്ലാം റെഡിയായിട്ടിരിക്കുന്നത്. അപ്പം പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും ആദ്യമേ അർപ്പിക്കുകയാണ്. ടീച്ചറെ അങ്ങനെ തന്നെ പിടിക്കണം. മേജിക്കാരൻ തരുന്നതാണ്, അതൊന്നും ചെയ്യരുത്, അങ്ങനെ തന്നെ പിടിച്ചോളൂ. ഗ്ലാസ്സിൽ എന്തെങ്കിലും ഉണ്ടോ സിസ്റ്റർ? നോക്കണേ, ഒന്നുമില്ലല്ലോ. ഇനി സിസ്റ്ററെ ഈ മാല പിടിച്ചു, ഒന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെ തന്നെ പിടിച്ചാൽ മതി. ഈ മാല ഫാത്തിമ മാതാ സ്കൂളാണ്. ഇതിൽ പ്രിൻസിപ്പൾ ഉണ്ട്, ഇതിൽ സിസ്റ്റർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൽ +2-കാരുണ്ട്, ഹൈസ്കൂൾക്കാരുണ്ട്, UP-കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ മക്കളും ഉണ്ട്, എല്ലാ രക്ഷിതാക്കളും, എല്ലാ ടീച്ചേഴ്സും ഈ മുത്തുകളാണ്. പക്ഷെ അതൊറ്റ ചരട് പുറത്തതാണ് നമ്മുടെ സ്കൂളിലെ. ആ ഐക്യത്തിൻ്റെ ചരട് പൊട്ടിപ്പോയാലോ? അങ്ങനെ ഒരു പരിപാടി നടത്താനാവോ? പൊളിഞ്ഞു പോകൂലേ? അതുകൊണ്ട് ഈ ഐക്യം ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി കുറച്ചുകൂടി ഒന്ന് വലുതാവും കേട്ടോ, സ്കൂളിൽ മേലെ പോവുക. ഇത് വ്യത്യസ്ത മതമാണ്. ഈ മുത്ത് ഹിന്ദുവാണെങ്കിൽ, ഇത് മുസൽമാനാണെങ്കിൽ, ഇത് ക്രിസ്ത്യാനിയാണെങ്കിൽ, പാർസിയും ബുദ്ധനും എല്ലാ മതങ്ങളും ഒറ്റ ചരട് പുറത്താണ് കേട്ടോ. അവിടെ വന്നിട്ട് മുറിക്കുന്ന സിസേഴ്സാണ് ഈ സിസേഴ്സ്. മനസ്സിലായി? അത് മതത്തിൻ്റെ പേരിലാവട്ടെ, അത് ജാതിയുടെ പേരിലാവട്ടെ, ഐക്യം തകർത്തുന്നതിൻ്റെ പ്രതീകമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ടൈറ്റായിട്ട് പിടിക്കണം, അല്ലെ മുത്ത് തെറിച്ചു പോകും. ഓക്കെ, ടീച്ചർ ഇത് പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിച്ച്, എന്നിട്ട് ഈ സ്നേഹത്തിന്റെ ചരടൊന്ന് മുറിച്ച് ടീച്ചർ ശ്രമിച്ചേ. ഇത് കളിക്കുന്ന ടീച്ചറെ, ഇത് മുറിക്കാൻ പറ്റുന്നില്ല. എന്താ ഇതാകുന്നില്ല. രാജീവ് മാഷേ, രക്ഷയില്ല. സ്നേഹത്തിന്റെ ചരടൊന്ന് മുറിച്ച്, ഈ സ്നേഹത്തിന്റെ ചരടൊന്ന് മുറിച്ച്. പറ്റില്ല. ഈ സ്നേഹത്തിന്റെ ചരട് മുറിയരുത് എന്നുള്ളതാണ്. വേറെ വേണമെന്നാ ചോദിക്കുന്നത് അല്ലേ? നമ്മൾ ഇതുകൊണ്ട് തന്നെ മുറിക്കും സാർ, ഇതുകൊണ്ട് തന്നെ മുറിക്കും. ഓക്കെ, ആഹാ, യെസ്. ഈ ഗ്ലാസ്സിലേക്ക് കണ്ടോ, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കണ്ടോ, ഈ കത്രിക ടീച്ചറെ ഇതുകൊണ്ട് മേജിക് കളിക്കരുത്. ഓക്കെ, റൈറ്റ്. ഈ സ്നേഹത്തിന്റെ ചരടിനെ ഇങ്ങനെ കട്ട് ചെയ്തു, എന്നിട്ട് കണ്ടോ, വീണ്ടും കത്രിക്കാൻ കുഴപ്പമില്ല കേട്ടോ. 2 and 3. സിസ്റ്റർ ഇങ്ങോട്ട് വരൂ, നോക്കൂ ഇവരുടെ മാജിക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. കണ്ടോ, ഒരു ശക്തിക്കും തകർക്കാനാവാതെ. കണ്ടോ, റൈറ്റ്. ഇങ്ങനെ സിസ്റ്റർ പിടിച്ചോ. കണ്ടോ, ഗ്ലാസ് പിടിച്ചേ. കണ്ടോ, സ്നേഹത്തിന്റെ ചരട് മുറിയാതെ കാത്തു സൂക്ഷിക്കണം. എടുത്തോളൂ, തൊട്ട് നോക്കിക്കോളൂ. ഈ സ്നേഹത്തിന്റെ ചരട് മുറിയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിലൊരു എല്ലാവരുടെ കയ്യിൽ കൊടുത്തു. യെസ്, എല്ലാവരുടെ കയ്യിൽ. കണ്ടോ, എൻ്റെ കയ്യിലൊരു ഫോട്ടോ ഫ്രെയിം കാണാം നിങ്ങൾക്ക് കേട്ടോ. ചില്ലയിലുള്ള പ്രാവിനെ കണ്ടോ മേഡം? ഒരു പ്രാവിനെ നിങ്ങൾക്ക് ചില്ലയിൽ കാണാം. പക്ഷേ ഈ പ്രാവ് ആകാശത്തിലൂടെ പറന്നു പോകേണ്ട പ്രാവാ, ചില്ലയിൽ തളയ്ക്കപ്പെടേണ്ട പ്രാവല്ല കേട്ടോ. സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഇല്ലാതെ ജീവിതത്തിൽ തളയ്ക്കപ്പെട്ട ഒരു കുട്ടിയുടെ പ്രതീക ഈ പ്രാവ്. റെഡി, 1 2 3 എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോ ഫ്രെയിമിന്റെ മുന്നിലേക്ക് അറിയാം. യു ഡോണ്ട് ബ്ലിങ്ക് യുവർ ഐസ്. 3 കം ഓൺ, റെഡി, 1 2 and 3. കണ്ടോ നിങ്ങൾ? കണ്ടോ, ഈ ബ്രാഞ്ചിൽ നിന്ന്
മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ നോക്കാം. ശരിക്കും കാണാവേ. ഓക്കെ, ഇനി ടീച്ചർ ചെയ്യേണ്ടത് ഞാൻ വേഗത്തിൽ ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നോക്കി ടീച്ചറെ. ടീച്ചർ എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയണം. ദാറ്റ് ഈസ് യുവർ പേജ്. ഓക്കെ, യു സെലക്ടഡ് ദിസ് ബുക്ക് ഫോർ മീ ആൻഡ് യു ഹാവ് ടു സേ സ്റ്റോപ്പ് വേർ യു വാണ്ട്. സ്റ്റോപ്പ്. പേജ് മാറ്റണോ? പേജ് മാറ്റണോ? മതി, ഞാൻ ബ്ലോക്ക് ചെയ്ത് വെക്കട്ടെ. റൈറ്റ്, ദിസ് ഈസ് യുവർ പേജ്. ടീച്ചർ ചെയ്യേണ്ടതല്ല, പേജ് നമ്പർ ഓർമ്മിച്ച് വെക്കണം. എന്നോട് പറയരുത്. ഓക്കെ, ആദ്യത്തെ 2 വാക്ക് നോക്കൂ. ടീച്ചർ നോക്കണേ. റൈറ്റ്. കന്നഡ വെക്കണോ ടീച്ചറെ? സഹായത്തിന് ഒരാൾ ഓടി വാ. മോളെ ഓടി വാ. 2 പേര് നോക്കിക്കേ. പേജ് നമ്പർ ഓർമ്മിച്ച്. പേജ് നമ്പർ ഓർമ്മിച്ച്. ആദ്യത്തെ 2 വാക്ക് ഓർമ്മിച്ച്. ഓർമ്മിച്ചോ? ഓർമ്മയുണ്ടാവോ? ഇടത് കൈ നീട്ടിക്കേ മോള്. ഇടത് കൈ നീട്ടിക്കേ. ഇങ്ങനെ നീട്ടിക്കേ മോളെ. യെസ്. എന്നിട്ട് ടീച്ചർ വലത് കൈ ബ്ലോക്ക് ചെയ്ത് പിടിച്ച്. ആഹാ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ പറയട്ടെ, ഒന്നങ്ങ് പറയണേ, നല്ല മക്കളായതുകൊണ്ട്. 148 താങ്ക് യു വെരി. 148 പേജിലെ വാക്ക് ഒരു കഥാപാത്രമാണ് MTയുടെ വക്കീൽ കുമാരൻ നായർ. കാര്യം ചെയ്യും. ഇപ്പം തന്നെ ചെക്ക് ചെയ്യും ടീച്ചർ. ഒന്ന് ചെക്ക് ചെയ്തേ ടീച്ചറെ. പേജ് നമ്പർ എടുത്ത് നോക്കിക്കളാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ എൻ്റെ മേജിക്ക് വിജയിച്ചിട്ടുണ്ടോ നോക്കാമല്ലോ. ചെക്ക് ചെയ്ത് 148 പേജ് എടുത്ത്. എന്താ തിരയുന്നു മോളെ? എന്താ ചിരിക്കുന്നത്? എന്ത് പേപ്പർ കീറിയവർ? അപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ട നിങ്ങളെ മുന്നിൽ ചോദിച്ചാൽ തരൂ, പിന്നെ കാർ കയറുമ്പോൾ തരൂല. അപ്പോൾ ഈ പേപ്പർ കീറിയത് കൊണ്ട് സാർ എനിക്കൊരു 400 രൂപ റൗണ്ടാക്കി തന്നാൽ മതി. ഗൂഗിൾ പേ ആണോ ചെയ്യുന്നത്? ഇങ്ങനെ പിടിച്ച അല്ല, ക്യാഷ് ഉണ്ട്. ഇതിലുണ്ടോ നോക്കിയ ക്യാഷ്? പേഴ്സുകളെ പാവം, അതെടുക്കണ്ട, നമ്മൾ സൂക്ഷിച്ച് വെച്ചതാണ്. ഈ പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? എടുക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ? ആണ്. ഓക്കെ, ഈ പോക്കറ്റിലുണ്ടോ നോക്കിയേ. ഒന്നെടുത്ത് അത് അടച്ചു വെച്ച്. ബാക്ക് പോക്കറ്റിൽ എന്തെങ്കിലും നോക്കിക്കേ. പക്ഷെ എടുക്കാൻ പറ്റുന്നതാണ് എടുത്തോളൂ. ഒന്നുമില്ല. നോക്കിക്കേ. എന്താണത്? ടിഷ്യൂ ആണ്. ഈ പോക്കറ്റിൽ എന്തെങ്കിലും നോക്കിക്കേ. പൈസയോ കവറോ? ബഷീറിന്റെ പ്രേമലേഖനമൊക്കെ ഉള്ള അല്ലേ ബഷീർ മാഷ്? ഇതെന്താ ഒരു കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആണല്ലോ. മാഷ് ലോൺ അടയ്ക്കാൻ വൈകിട്ടുണ്ടോ? ലോൺ തെറ്റിയിട്ടുണ്ട് പോലും. കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വന്നാൽ ഞാൻ ഒന്ന് നോക്കിക്കേ, തുറന്ന് നോക്കിക്കേ. ഞാൻ ഉറപ്പൊക്കെ വായിക്കാം. ആരെങ്കിലും ഒന്ന് സഹായിക്കണേ. ഈ മാസത്തെ അടവ് തെറ്റിയിട്ടുണ്ട് മാഷിടെ. ഒന്ന് നോക്കിക്കേ, ഉണ്ടോ നോക്കിക്കേ. മാനേജറിന്റെ കത്തുണ്ടോ? ഒന്ന് ഊതിക്കേ ടീച്ചർ, ഊതിക്കേ. യെസ്, മാനേജറിന്റെ കത്തല്ലേ? ഉയർത്തി കാണിച്ചേ. അല്ല, ഇത് ഇവിടെ എല്ലാവരും മേജിക്കാരാ. സാറേ ഇതെന്താണ്? ഇത് പേജ് നമ്പർ അല്ലോ, ഇത് കഷ്ണം പേജല്ലേ? ഇതൊന്ന് വായിച്ചു. 4 ഇത്ര പേജ്? 148. 147. 148 പേജിൽ ആദ്യത്തെ 2 വാക്ക്. വക്കീൽ കുമാരൻ നായർ. താങ്ക് യു വെരി മച്ച്. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.